എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കാറ്ററിംഗ് സ്പെഷ്യലായിട്ട് വറുത്തരച്ച സദ്യ സാമ്പാറാണ്. ഈ ഒരു സാമ്പാർ തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്ക് അധികം സമയമൊന്നും ആവശ്യമില്ല. കാരണം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന പല കാര്യങ്ങളും നേരത്തെ തന്നെ ചെയ്തു വെച്ചിട്ടുള്ളതാണ്. സദ്യകളിലൊക്കെ വിളമ്പുന്നതിനായിട്ട് കാറ്ററിംഗുകാർ നേരത്തെ തന്നെ ചെയ്തു വെക്കുന്ന പാചക രീതിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കൂടെ കാണിച്ചു തരുന്നത്. ഓണ വിഭവങ്ങളൊക്കെ തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഞാൻ നേരത്തെ സാമ്പാർ പൊടിയുടെ വീഡിയോയും അതുപോലെ ഇതിലേക്ക് ചേർക്കുന്ന വറുത്തരപ്പും തയ്യാറാക്കി കാണിച്ചു തന്നിരുന്നു. അങ്ങനെ ചെയ്തു വെച്ചിട്ടുള്ള ആൾക്കാർക്ക് ഈ ഒരു സാമ്പാറും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. പച്ചക്കറികൾ കട്ട് ചെയ്ത് പരിപ്പും വേവിച്ച് അതിലേക്ക് ചേർക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. ഇത്രയും രുചിയേറിയ സാമ്പാർ തയ്യാറാക്കി എടുക്കാനായിട്ടും വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അതും ഒരിക്കൽ ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാനും പറ്റുന്ന അത്രയും നല്ല ടേസ്റ്റിലാണ് നമ്മൾ ഈ സാമ്പാർ തയ്യാറാക്കുന്നത്. ഇന്ന് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു സാമ്പാറിന്റെ അളവുകൾ വെച്ചിട്ട് ഒരു 15 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന അളവും ഉണ്ടാകും. ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ യൂസ്ഫുൾ ആണ്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാനും നമ്മുടെ ഈ ഒരു വീഡിയോ മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. നിങ്ങൾ എനിക്ക് തരുന്ന ഓരോ സപ്പോർട്ടുമാണ് നമ്മുടെ വീഡിയോ മറ്റുള്ള കൂട്ടുകാരിലേക്ക് എത്തപ്പെടുന്നതും. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കണ്ടു നോക്കിയാലോ. ഇനി നമുക്ക് സാമ്പാറിൻ്റെ പാചകം തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ 150 ഗ്രാം അളവിൽ തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം ഉരുളിയിലേക്ക് വേവിക്കാൻ മാറ്റാം. പരിപ്പ് വേവിച്ചെടുക്കുന്നതിനായിട്ട് ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് കഴുകി വൃത്തിയാക്കിയ തുവരപ്പരിപ്പ് വാരിയിട്ട് കൊടുക്കാം. പരിപ്പ് ഉരുളിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മുടെ പരിപ്പ് നല്ലോണം ഒന്ന് തിളച്ച് വരണം. കാറ്ററിംഗുകാർ സദ്യകളിൽ ഉണ്ടാക്കി കൊടുക്കുന്ന പാചക രീതിയിലാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. അതുപോലെ നമ്മുടെ സാമ്പാർ പൊടിയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ തയ്യാറാക്കിയ വറുത്തരപ്പും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ചേർത്തിട്ടാണ് നമ്മുടെ ഇന്നത്തെ പെർഫെക്റ്റ് സാമ്പാർ നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. ഇത് സദ്യകളിൽ വിളമ്പാനായിട്ട് ഇതുപോലെ ചെയ്യുവാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ആർക്കും തയ്യാറാക്കാൻ സാധിക്കും. അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു കഷ്ണങ്ങളും പരിപ്പും എല്ലാം കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. ഞാനിന്ന് കുക്കറൊക്കെ ഒഴിവാക്കിയിട്ട് ഉരുളിയിൽ വെച്ചിട്ട് തന്നെയാണ് പരിപ്പ് വേവിച്ചെടുക്കാനും പോകുന്നത്. ഇപ്പോൾ നമ്മുടെ പരിപ്പ് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. തിളച്ചുകൊണ്ടിരിക്കുന്ന പരിപ്പിലേക്ക് 200 ഗ്രാം അളവില് കൊച്ചുള്ളിയാണ് ചേർക്കുന്നത്. കൊച്ചുള്ളി ചേർക്കുമ്പോൾ നമ്മുടെ സാമ്പാറിന് ഒരു പ്രത്യേക സ്വാദാണ് കിട്ടുക. കൊച്ചുള്ളിയുടെ കൂടെ തന്നെ എരിവിന് ആവശ്യമായ 6 പച്ചമുളകാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നമ്മൾ സാമ്പാർ പൊടി അല്ലാതെ മറ്റുള്ള എരിവുകൾ ചേർക്കാറില്ല. ഇനി ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി നിങ്ങൾക്ക് ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് അങ്ങ് ഒഴിവാക്കാവുന്നതാണ്. പക്ഷേ ഞാൻ വെളുത്തുള്ളി ചേർക്കാറുണ്ട്. കാരണം പച്ചക്കറികളിലും അതുപോലെ ഈ ഒരു പരിപ്പൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ഗ്യാസ് ഫോം ചെയ്യാൻ സാധ്യത കൂടുതലാണ്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് വെളുത്തുള്ളി നമ്മൾ സാമ്പാറിലേക്ക് ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് മല്ലിയിലയാണ്. മല്ലിയിലയും ചേർത്തിട്ടുണ്ട്. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കാം. ആവശ്യത്തിന് കല്ലുപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. പരിപ്പ് വേവിക്കുമ്പോൾ കൂടുതൽ അളവിൽ വെള്ളം ചേർക്കരുത്. കാരണം പരിപ്പ് വെന്ത് വരാനായിട്ട് താമസം വരും. അപ്പം അതുകൊണ്ട് കുറഞ്ഞ അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം പരിപ്പ് വേവിച്ചെടുക്കാനായിട്ട്. ഇനിയിപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. മൂടി വെച്ച് കൊടുക്കുവാണ്. ഇനി ഈ ഒരു പരിപ്പ് വെന്ത് വരുന്ന സമയം കൊണ്ട് 2 കിലോ സാമ്പാർ കഷ്ണങ്ങൾ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ പരിപ്പ് ഇവിടെ വേവിക്കാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ചെറിയ തീയിൽ വെച്ചിട്ടാണ് ഞാനിവിടെ വേവിച്ചെടുത്തിട്ടുള്ളത്. 10 മിനിറ്റിന് ശേഷം നമ്മുടെ പരിപ്പ് നല്ലോണം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ പൊട്ടി പിളർന്നൊന്നും പോയിട്ടില്ല. കണ്ടോ? ഈ ഒരു പരുവത്തിൽ തന്നെയാണ് നമ്മൾ ഇതിലേക്ക് കഷ്ണങ്ങൾ ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. കഷ്ണങ്ങൾ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ചേന, കുമ്പളങ്ങ, മത്തങ്ങ, ക്യാരറ്റ്, ഉരുളൻ, അതുപോലെ ചേമ്പ്, പച്ചക്കായ, മത്തങ്ങ, ഇത്രയും കഷ്ണങ്ങളാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നമുക്ക് കട്ട് ചെയ്തിട്ടുള്ള കഷ്ണങ്ങൾ ഉള്ളിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വേവ് കുറഞ്ഞ വഴുതനങ്ങ, ബീൻസ്, വെണ്ടക്ക, മുരിങ്ങക്കായ അതൊന്നും ഇതിലേക്ക് ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെ കഷ്ണങ്ങൾക്ക് ആവശ്യമായ വെള്ളം ഈ ഒരു പരിപ്പിലില്ല. നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനിയിപ്പോൾ കഷ്ണങ്ങളിലേക്ക് 1/2 ലിറ്റർ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. കഷ്ണങ്ങൾ നല്ലോണം തന്നെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് വേവ് കുറഞ്ഞ പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കണം. കാരണം നമ്മൾ കുറച്ച് ഉപ്പാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും മൂടി വെച്ച് തന്നെ കഷ്ണങ്ങൾ വേവിച്ചെടുക്കാം.
കഷ്ണങ്ങൾ ചേർത്തപ്പോൾ വഴുതനങ്ങ ചേർക്കാൻ മറന്നുപോയി. ഈ ഒരു ടൈമിൽ തന്നെ വഴുതനങ്ങ കൂടെ ചേർക്കാം. വീണ്ടും മൂടി വെച്ച് കൊടുക്കുവാണ്. ഇപ്പോൾ നമ്മുടെ കഷ്ണങ്ങളെല്ലാം നല്ലോണം തന്നെ തിളച്ചുകൊണ്ടിരിക്കുവാണ്. ഈ ഒരു സമയത്താണ് നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 4 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലാണ് വാളംപുളി വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തിട്ടുണ്ടായിരുന്നത്. വീണ്ടും 1 കപ്പ് അളവിൽ കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സാമ്പാറിന് ആവശ്യമായ വെള്ളം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ടതില്ല. ഇനി കഷ്ണങ്ങളും പുളിവെള്ളവും ചേർത്ത് നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. ആ സമയം കൊണ്ട് നമുക്ക് ഇപ്പുറത്തെ അടുപ്പിൽ വെച്ചിട്ട് വെണ്ടക്കയും സാമ്പാർ പൗഡറും ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ കഷ്ണങ്ങളെല്ലാം നല്ലവണ്ണം തന്നെ വെട്ടി തിളച്ചുകൊണ്ടിരിക്കുവാണ്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ശർക്കര പൊടി ചേർത്ത് കൊടുക്കണം. നിങ്ങളുടെ കയ്യിൽ ശർക്കര ഉണ്ടെങ്കിൽ ശർക്കര ചേർക്കാം. ഇനിയിപ്പോൾ ശർക്കര ഇല്ലെങ്കിൽ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 1 സ്പൂൺ അളവിൽ ചേർത്തിട്ടുണ്ട്. താളിപ്പ് ചെയ്തെടുക്കാനായിട്ട് ഒരു താളിപ്പ് ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഇത്രയും തന്നെ വെണ്ടക്ക ഞാനിവിടെ കട്ട് ചെയ്തും വെച്ചിട്ടുണ്ട്. ഇതൊരു 1/4 കിലോ അളവുണ്ട്. താളിപ്പ് ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കടുക് ചേർക്കാം. ഇനി കടുകൊന്ന് പൊട്ടി വരട്ടെ. ഈ സമയത്ത് നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള സാമ്പാർ പൊടി ഒരു 5 സ്പൂൺ അളവിൽ എടുത്തു വെച്ചിട്ടുണ്ട്. കടുക് നല്ലോണം പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ചേർക്കണം. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടക്ക കഷ്ണങ്ങൾ ചേർക്കാം. നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. വെണ്ടക്കയുടെ ആ ഒരു വഴുവഴുപ്പ് മാറിക്കിട്ടണം. വെട്ടുന്ന വെണ്ടക്കയിലേക്ക് അല്പം ഉപ്പ് കൂടെ ചേർക്കണം. വെണ്ടക്ക വളരെ എളുപ്പത്തിൽ തന്നെ വഴണ്ടു വന്നിട്ടുണ്ട്. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം സാമ്പാർ പൊടി ഇതിലേക്ക് ചേർക്കാം. സാമ്പാർ പൊടിയും വെണ്ടക്കയും കൂടെ ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഈ വെണ്ടക്കയും സാമ്പാർ പൊടിയും വേവിച്ച് വെച്ചിരിക്കുന്ന കഷ്ണങ്ങളിലേക്കാണ് ചേർത്ത് കൊടുക്കേണ്ടത്. സാമ്പാർ പൊടിയും വെണ്ടക്കയും ചേർക്കുവാണ്. നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്നുകൂടെ തിളച്ചു വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. സാമ്പാർ പൊടിയും ചേർത്ത് നല്ലപോലെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്തരപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 2 സ്പൂൺ അളവിൽ തന്നെ ചേർത്തിട്ടുണ്ട്. വീണ്ടും ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വറുത്തരപ്പൊക്കെ ചേർത്തു. സാമ്പാർ നല്ലപോലെ ഒന്ന് ചെറുതായിട്ട് ചൂടായൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കണം. മല്ലിയില ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കാറ്ററിംഗുകാരുടെ ഒരു സ്പെഷ്യൽ സീക്രട്ട് കൂടെ ചേർക്കണം. 1 സ്പൂൺ അളവില് നെയ്യാണ്. ഇത് പശുവിൻ നെയ്യാണ് കേട്ടോ. നെയ്യും ചേർത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. വളരെ രുചികരമായിട്ടുള്ള സദ്യ സാമ്പാർ ഇവിടെ റെഡിയാണ്. ഈ ഒരു ഓണനാളില് നിങ്ങൾ എല്ലാവരും ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സാമ്പാറിന്റെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും നമ്മുടെ ഫാമിലിയിൽ മെമ്പർ ആകാനും, അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഉപകാരപ്രദമായി എന്ന് തോന്നുവാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.